ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ത്രീ ഫേസ് എന്താണ്, സിംഗിൾ ഫേസ് എന്താണ് എന്നൊക്കെ കണ്ടു. അതിനുശേഷം ത്രീ ഫേസ് EMFൻ്റെ ജനറേഷൻ കണ്ടു. ഇന്ന് ത്രീ ഫേസും സിംഗിൾ ഫേസും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതുപോലെ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിംഗിൾ ഫേസിൻ്റെയും ത്രീ ഫേസിൻ്റെയും മേജർ കോമൺ ആയിട്ട് വരുന്ന മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ ഫേസ് ആൻഡ് ത്രീ ഫേസ്. അപ്പോൾ എന്തൊക്കെ കാറ്റഗറിയിലാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ സിംഗിൾ ഫേസിലാവുമ്പോൾ എന്താണ്, ത്രീ ഫേസിലാവുമ്പോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സിംഗിൾ ഫേസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ പവർ സപ്ലൈ ത്രൂ വൺ കണ്ടക്ടർ. ത്രീ ഫേസിലാണെങ്കിൽ പവർ സപ്ലൈ ത്രൂ ത്രീ കണ്ടക്ടേഴ്സ്. സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്ന് പറഞ്ഞാൽ വൺ ആണെന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഒരു കണ്ടക്ടറിലൂടെയുള്ള പവർ സപ്ലൈ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ ഫേസ്. മൂന്ന് കണ്ടക്ടേഴ്സിലൂടെയുള്ള പവർ സപ്ലൈ, അതാണ് എന്ത് പറയുന്നത്, ത്രീ ഫേസ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും വേവ് ഷേപ്പ് തന്നിട്ടുണ്ട്. സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ വേവ് ഫോം ആണ്. ഇവിടെ ത്രീ ഫേസ് ആയതുകൊണ്ട് മൂന്ന് വേവ് ഫോംസ് ആണ്. അത് ഓരോന്നും 120 ഡിഗ്രി ഡിഫറൻസിലാണ്. അതാണ് അവിടെ 120, പിന്നെ സെക്കൻഡിലേക്ക് വരുമ്പോൾ 240, പിന്നെ അടുത്ത് വരുമ്പോൾ 240യുടെ ഡബിൾ, അങ്ങനെയാണ് വരിക. ഇനി നമ്പർ ഓഫ് വയേഴ്സ്, എത്ര വയേഴ്സ് വേണം, എന്ത് വേണം സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അതായത് സിംഗിൾ ഫേസിനാണെങ്കിൽ 2 വയേഴ്സ് വേണം ഒരു കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട്. ത്രീ ഫേസിനാണെങ്കിൽ 4 വയേഴ്സ് വേണം ഫോർ കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട്. അതായത് ഒന്നിന് 2 വയർ മതി, ഒന്നിന് 4 വയർ വേണം. ഇനി സിംഗിൾ ഫേസിൻ്റെ വോൾട്ടേജ്, ഇറ്റ് ക്യാരീസ് 230 വോൾട്ട്. ത്രീ ഫേസ് ആണെങ്കിൽ ഇറ്റ് ക്യാരീസ് 415 വോൾട്ട്. ഫേസ് നെയിം, സിംഗിൾ ഫേസിന് ഒരു ഫേസ് നെയിം ഉണ്ട്, ത്രീ ഫേസിന് നമുക്ക് ഫേസ് നെയിം ഇല്ല. സിംഗിൾ ഫേസിൻ്റെ ഫേസ് നെയിം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഫേസ് ആണ്. ഓക്കെ, മറ്റതിന് ഫേസ് നെയിം ഇല്ല. ഇനി പവർ ട്രാൻസ്ഫർ കാപ്പബിലിറ്റി, അതായത് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശേഷി, കാപ്പബിലിറ്റിന് എത്രയാണെന്ന് നോക്കാം. സിംഗിൾ ഫേസിന് മിനിമം കാപ്പബിലിറ്റി ആണ്, ത്രീ ഫേസിന് മാക്സിമം കാപ്പബിലിറ്റി ആണ്. അതായത് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ ആർക്കാണ്, ത്രീ ഫേസിനാണ് കൂടുതൽ. പിന്നെ നെറ്റ്വർക്ക് സിംഗിൾ ഫേസിനെ സംബന്ധിച്ച് അതിൻ്റെ നെറ്റ്വർക്ക് സിമ്പിൾ ആണ്, ത്രീ ഫേസിനെ സംബന്ധിച്ച് അതിൻ്റെ നെറ്റ്വർക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. പവർ ഫെയിലർ സിംഗിൾ ഫേസിൽ സാധ്യത കൂടുതലാണ്, ത്രീ ഫേസിലാണെങ്കിൽ പവർ ഫെയിലർ വളരെ കുറവാണ്, ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. ഇനി ലോസ്, കറണ്ട് ലോസ് ആണ് പറയുന്നത്. കറണ്ട് ലോസ് സിംഗിൾ ഫേസിൽ മാക്സിമം ആണ്, ത്രീ ഫേസിൽ കറണ്ട് ലോസ് മിനിമം ആണ്. ഇനി രണ്ടിൻ്റെയും പവർ സപ്ലൈ കണക്ഷൻ കാണിച്ചിട്ടുണ്ട് ഇതിൽ. ആ ഫിഗർ അങ്ങനെ തന്നെ പഠിക്കുക. എന്തുള്ളത്, കൺസ്യൂമർ യൂണിറ്റും എർത്തിങ് യൂണിറ്റും ഉള്ളത്. കണക്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്നിൻ്റെ കൺസ്യൂമർ യൂണിറ്റിൽ നിന്ന് ന്യൂട്രലിലേക്ക് മാത്രമേ ഉള്ളൂ. ഒന്നിൽ നിന്ന് മറ്റേ ത്രീ ഫേസിൽ നമുക്ക് കൺസ്യൂമർ യൂണിറ്റ് 3ലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. എഫിഷ്യൻസി സിംഗിൾ ഫേസിന് കുറവാണ്, ത്രീ ഫേസിനാണ് കൂടുതൽ. എക്കണോമിക്കലി സിംഗിൾ ഫേസ് എക്കണോമിക്കലാണ്, അതായത് വളരെ എക്കണോമിക്കലാണ് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ. ത്രീ ഫേസിൽ എക്കണോമി കുറച്ച് കൂടുതലാണ്. യൂസസ്, നമുക്ക് വീട്ട് ആവശ്യങ്ങൾക്കൊക്കെ എന്ത് യൂസ് ചെയ്യാം, സിംഗിൾ ഫേസ് മതി, ധാരാളമാണ്. പക്ഷേ ഹെവി ഇൻഡസ്ട്രീസിനും ഹെവി ലോഡ്സൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് തന്നെ വേണം, ത്രീ ഫേസ് തന്നെ വേണം. അപ്പോൾ ഇത് രണ്ടിലെ കമ്പാരിസൺ നിർബന്ധമായിട്ടും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. ഈ ബേസ് ടേംസുകൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അതായത് നിങ്ങൾ സിംഗിൾ ഫേസിൻ്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ത്രീ ഫേസിൻ്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സ്റ്റാർ കണക്ഷൻ്റെയും ഡെൽറ്റ കണക്ഷൻ്റെയും എന്താ പറയുക, ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ സ്റ്റാർ കണക്ഷൻ എന്താണെന്ന് നോക്കാം, ആദ്യം ഡെൽറ്റ കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ സ്റ്റാർ കണക്ഷൻ ദ സ്റ്റാർട്ടിംഗ് ഓർ ഫിനിഷിംഗ് എൻഡ് ഓഫ് 3 കോയിൽസ് ആർ കണക്റ്റഡ് ടുഗദർ ടു ഫോം ദ ന്യൂട്രൽ പോയിന്റ്. സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് 3 കോയിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 കോയിൽസിൻ്റെയും സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഒരേ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ പോയിന്റ് ന്യൂട്രൽ പോയിന്റ് എന്നാണ് പറയുക. ആ കോമൺ വയർ ഇസ് ടേക്കൺ ഔട്ട് ഫ്രം ദ ന്യൂട്രൽ പോയിന്റ് വിച്ച് ഇസ് കോൾഡ് ദ ന്യൂട്രൽ. ആ ന്യൂട്രൽ പോയിന്റിൽ നിന്നും നമ്മളൊരു വയർ എടുക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രൽ വയർ എന്ന് പറയുന്നത്. അതല്ല ദർ ഇസ് എ ന്യൂട്രൽ ഓർ സ്റ്റാർ പോയിന്റ്. പക്ഷേ ഇൻ ഡെൽറ്റ കണക്ഷൻ ദ ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് 3 കോയിൽസ് ആർ കണക്റ്റഡ്.
ഇവിടെ നമ്മൾ പറഞ്ഞു സ്റ്റാർ കണക്ഷനിൽ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഒരേ പോയിന്റിലേക്കാണ് അല്ലേ, ഒരു സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും കണക്ട് ചെയ്ത് ടുഗദർ കണക്ട് ചെയ്തിട്ടാണ്. പക്ഷെ ഡെൽറ്റ കണക്ഷനിൽ എന്താണ്, ദ ഓപ്പോസിറ്റ് എൻഡ്, അതായത് ഒരേ എൻഡുകളല്ല, ഓപ്പോസിറ്റ് എൻഡുകളാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇൻ അതർ വേർഡ്സ് ദ എൻഡ് ഓഫ് ഈച്ച് കോയിൽ ഈസ് കണക്റ്റഡ് വിത്ത് ദ സ്റ്റാർട്ട് ഓഫ് അനദർ കോയിൽ. അതായത് 3 കോയിൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കോയിലിന്റെ എൻഡ് എന്ന് പറയുന്നത് അടുത്ത കോയിലിന്റെ സ്റ്റാർട്ടിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഡെൽറ്റ കണക്ഷനിലെ കണക്ഷൻ ചെയ്യുന്നത്. പക്ഷെ സ്റ്റാർ കണക്ഷനിൽ അങ്ങനെയല്ല, എല്ലാം കൂടെ കണക്റ്റഡ് ടുഗദർ ആണ് ടു ഫോം എ ന്യൂട്രൽ പോയിന്റ്. ഇവിടെ ഒന്നിന്റെ എൻഡ് മറ്റതിന്റെ സ്റ്റാർട്ട്, അങ്ങനെയാണ് കണക്ഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് 3 വയേഴ്സ് ആർ ടേക്കൺ ഔട്ട് ഫ്രം ദ കോയിൽ ജോയിൻസ്. നമ്മൾ സ്റ്റാർ കണക്ഷനിൽ പറഞ്ഞു ഒരൊറ്റ വയറാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്, അതിനാണ് നമ്മൾ ന്യൂട്രൽ വയർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണെങ്കിൽ ഡെൽറ്റയിലാണെങ്കിൽ 3 വയേഴ്സ് എടുക്കുന്നുണ്ട്, ഓക്കെ, ടു ഫോം ദ കോയിൽ ജോയിൻസ്. ഇനി സ്റ്റാർ കണക്ഷനിൽ ദർ ഇസ് എ ന്യൂട്രൽ ഓർ സ്റ്റാർ പോയിന്റ്. ഇവിടെ ഒരു ന്യൂട്രലും സ്റ്റാർ പോയിന്റ് ഉണ്ട്. ഇവിടെ എന്താണ്, ഡെൽറ്റ കണക്ഷനിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല, കാരണം ഇവിടെ ഓപ്പോസിറ്റ് എൻഡുകളാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് എന്തിലില്ല, ഡെൽറ്റ കണക്ഷനിലില്ല. ഇനി 3 phase 4 wire system is derived from a star connection. We may also derive the 3 phase 3 wire system from a star connection. ഓക്കെ, ഇതിൽ ഏതൊക്കെ കണക്ഷൻസ് ആണ് നമുക്ക് സ്റ്റാർ കണക്ഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. 3 phase 4 wire സിസ്റ്റം, 3 phase 3 wire സിസ്റ്റം സ്റ്റാർ കണക്ഷനിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഡെൽറ്റ കണക്ഷൻ വെച്ചിട്ട് നമുക്ക് 3 phase 3 wire സിസ്റ്റം മാത്രമേ എന്തെന്നുള്ളൂ ഡെൽറ്റ കണക്ഷനിൽ ഡിറൈവ് ആയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ നിന്ന് 2 എണ്ണം ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 3 phase 3 wire സിസ്റ്റം, ഒന്ന് 3 phase 4 wire സിസ്റ്റം. ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ 3 phase 3 wire സിസ്റ്റം മാത്രമേ ഡെവലപ്പ് ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ഫേസ് കറണ്ടും തമ്മിൽ ഈക്വൽ ആണ്. ഇവിടെ വോൾട്ടേജ് ആണ് ഈക്വൽ. അതായത് സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഫേസ് കറണ്ട്. ഇവിടെ ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. അതാണ് ഡിഫറൻസ്. ഒന്നിൽ കറണ്ട് ആണ്, ഒന്നിൽ വോൾട്ടേജ് ആണ്. പിന്നെ ഇവിടെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആണ്. ഇവിടെ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് കറണ്ട് ആണ്. ഓക്കെ, നമ്മൾ ലൈൻ കറണ്ടിനെയാണ് നമ്മൾ IL എന്നായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫേസ് കറണ്ട് ആണ് IPH. ഇവിടെ വോൾട്ടേജ് ആണെങ്കിൽ ലൈൻ വോൾട്ടേജ് VL-ഉം ഫേസ് വോൾട്ടേജ് VPH-ഉം. ഇനി ലൈൻ വോൾട്ടേജ് നമ്മൾ പറഞ്ഞു √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആണ്. ഏതിൽ, സ്റ്റാർ കണക്ഷനിൽ. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് കറണ്ട് ആണ്. അപ്പോൾ VL ഇസ് ഈക്വൽ ടു, നമുക്ക് ആ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VL ആണ്. VL ഇസ് ഈക്വൽ ടു √3 VPH. ഇവിടുത്തെ ഡെൽറ്റയിലാണെങ്കിൽ കറണ്ട് ആണ് √3 ടൈംസ്. അപ്പോൾ IL ഇസ് ഈക്വൽ ടു √3 IPH. ഇനി ടോട്ടൽ പവർ ഓഫ് ദ 3 phases കുഡ് ബി ഫൗണ്ട് ബൈ P is equal to √3 VL IL cos phi. ടോട്ടൽ പവർ സ്റ്റാർ കണക്ഷനിൽ കാണുന്ന ഇക്വേഷൻ ആണിത്, √3 VL IL cos phi. അതല്ലെങ്കിൽ 3 VPH IPH cos phi. സെയിം തന്നെയാണ് 3 ഫേസിലും. എങ്ങനെയാണ്, P is equal to 3 VPH IPH cos phi. ഇനി സ്പീഡ് ഓഫ് ദ സ്റ്റാർ കണക്റ്റഡ് മോട്ടോഴ്സ് ആർ സ്ലോ ആസ് ദ റിസീവ് 1/√3 വോൾട്ടേജ്. അതായത് സ്റ്റാർ കണക്ഷനുള്ള മോട്ടോറിൻ്റെ എല്ലാത്തിൻ്റെയും സ്പീഡ് പൊതുവേ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ 1/√3 ഓഫ് എ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുള്ളൂ, റിസീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ പൊതുവേ സ്പീഡ് എന്താണ്, കുറവാണ്. സ്റ്റാർ കണക്ഷനുള്ള മോട്ടോഴ്സിൻ്റെ സ്പീഡാണ് കുറവ്. ഇനി സ്പീഡ് ഓഫ് ഡെൽറ്റ കണക്ഷൻ രീതിയിലുള്ള മോട്ടോഴ്സിൻ്റെ സ്പീഡൊക്കെ കൂടുതലാണ് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ ഫേസ് വോൾട്ടേജ് എന്താണ്, ഫേസ് വോൾട്ടേജും നമ്മൾ നേരത്തെ പറഞ്ഞു, ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും എന്താണ്, ഡെൽറ്റ കണക്ഷനിൽ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡെൽറ്റ കണക്ഷൻ മോട്ടോഴ്സിലൊക്കെ എന്താണ്, സ്പീഡ് കൂടുതലാണ്. കാരണം അവർക്ക് ഫേസിന് എന്ത് കിട്ടുന്നുണ്ട്, ലൈൻ വോൾട്ടേജ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡ് എന്താണ്, കൂടുതലാണ്. ഇനി സ്റ്റാർ കണക്ഷൻ ദ ഫേസ് വോൾട്ടേജ് ഇസ് ലോ ആസ് 1/√3 ഓഫ് ദ ലൈൻ വോൾട്ടേജ്, സോ ഇറ്റ് നീഡ്സ് ലോ നമ്പർ ഓഫ് ടേൺസ്, ഹെൻസ് സേവിങ് ഇൻ കോപ്പർ. സ്റ്റാർ കണക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ
കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ടേൺസ് മതി. ഹൻസ് കോപ്പർ സേവ് ചെയ്യാൻ പറ്റും. ടേൺസ് കുറച്ച് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് സേവ് ചെയ്യാൻ പറ്റും? കോപ്പറിനെ സേവ് ചെയ്യാൻ പറ്റും. ഇനി ഡെൽറ്റ കണക്ഷൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ തൊട്ട് ഇതിന് മുകളിലുള്ള ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ലൈൻ കറൻറ്റും ഫേസ് കറൻറ്റും ഉള്ള ആ 2 പോയിന്റ് കറക്റ്റാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ ഈ 2 പോയിന്റ്സ് എഴുതാൻ പറ്റും. കാരണം സ്റ്റാറിൽ നമ്മൾ പറയുന്നത് ലൈൻ കറൻറ്റും ഫേസ് കറൻറ്റും ആണ് ഈക്വൽ. പക്ഷെ ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ആണ് ഈക്വൽ. ഇനി സ്റ്റാറിൻ്റെ കേസിൽ വോൾട്ടേജിൻ്റെ കേസ് എങ്ങനെയാണ് പറയുന്നത്? ലൈൻ വോൾട്ടേജ് √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആണ്. പക്ഷെ ഡെൽറ്റൻ്റെ കേസിൽ കറണ്ട് വേറെയാണ്. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് കറണ്ട് ആണ്. ഇനി ഫേസ് വോൾട്ടേജ് കുറവായതുകൊണ്ട് തന്നെ സ്റ്റാർ കണക്ഷന് ലോ ഇൻസുലേഷൻ മതി. പക്ഷേ ഹെവി ഇൻസുലേഷൻ വേണം ഡെൽറ്റ കണക്ഷന്, കാരണം അവിടെ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഈക്വൽ ആണ്. പിന്നെ പവർ ട്രാൻസ്മിഷൻ്റെ കേസിലും സ്റ്റാർ കണക്ഷൻ സിസ്റ്റം ജനറൽ പവർ ട്രാൻസ്മിഷൻ ആണ് ആൻഡ് ഇറ്റ് ഇസ് ടിപ്പിക്കൽ ടു ബി യൂസ്ഡ്. അതായത് നോർമലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ഷനാണ് സ്റ്റാർ കണക്ഷൻ. പവർ ട്രാൻസ്മിഷൻ ഒരു സാധാരണ രീതിയിലാണ്. ഇവിടെ പവർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയിൽ ഡെൽറ്റ കണക്ഷനൊക്കെ നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെയാണ്. അപ്പോൾ അവിടെ ഇൻഡസ്ട്രീസിലൊക്കെ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷൻ്റെ ഡിഫറൻസ്. ആദ്യം അതിൻ്റെ രണ്ടിൻ്റെയും കണക്ഷൻ രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നിൽ എല്ലാ പോയിന്റ്സും കൂടെ കണക്റ്റഡ് ടുഗദർ ആണ്, അങ്ങനെയാണ് ന്യൂട്രൽ പോയിന്റ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഡെൽറ്റയിൽ എന്താണ്? ഓപ്പോസിറ്റ് എൻഡുകളാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് അവിടെ ഇല്ല. പിന്നെ സ്റ്റാർസ് കണക്ഷനിൽ നിന്നാണ് 3 ഫേസ് 3 വയർ സിസ്റ്റം 3 ഫേസ് 4 വയർ സിസ്റ്റം ഡെവലപ്പ് ആയിട്ടുള്ളത്. പിന്നെ ഡെൽറ്റ കണക്ഷനിൽ നിന്നും 3 ഫേസ് 3 വയർ സിസ്റ്റം മാത്രമേ ഡെവലപ്പ് ആയിട്ടുള്ളൂ. പിന്നെയുള്ള 4 പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ലൈൻ കറന്റ്, ലൈൻ വോൾട്ടേജ്, ഫേസ് കറന്റ്, ഫേസ് വോൾട്ടേജ്, ആ പോയിന്റ്സ് ആണ്. അത് കറക്റ്റായിട്ട് മാറാണ്ട് പഠിക്കുക. ആ പവറിൻ്റെ ഇക്വേഷനും ലൈൻ വോൾട്ടേജ്, ഫേസ് കറന്റ്, ഫേസ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പോൾ അത് കറക്റ്റായ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ കണക്ഷനിലും ഉള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.